CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തോട് നേരമായി MP ജയരാജൻ അന്ന് നടത്തിയ വാർത്താ സമ്മേളനം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടായി അറിയിക്കുന്നു. അതിനുശേഷമാണ് P ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതിനുശേഷം അതിന് പിന്തുണ നൽകിക്കൊണ്ട് കൊട്ടേഷൻ എന്ത് ആരോപണമാണോ ഉന്നയിച്ചത് ആ ആരോപണം ഉന്നയിക്കപ്പെട്ടവർ തന്നെ പിന്തുണയുമായി P ജയരാജന് പിന്തുണയുമായി എത്തുകയാണ്. പല രൂപത്തിൽ പല പോസ്റ്റുകൾക്ക് കീഴെ പ്രതികരണമായി വരുന്നു. അപ്പോൾ ഇതെന്താണ് മനസ്സിലാക്കി തരുന്നത്? ഈ ഘട്ടത്തിലും പാർട്ടി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? പാർട്ടി ഒന്നുകിൽ P ജയരാജനെ പൂർണ്ണമായും തള്ളുന്നു, അല്ലെങ്കിൽ P ജയരാജൻ്റെ ആക്ടിനെ അംഗീകരിക്കുന്നില്ല. അത് അങ്ങനെയാണെങ്കിൽ ഒരു നടപടിയായിട്ടോ ഒരു പ്രതികരണമായിട്ടോ വരേണ്ടതാണ്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം? ഇന്നിപ്പോൾ പ്രതിപക്ഷം സഭയിൽ അത് ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന് മറുപടി നൽകിയിരിക്കുന്നത് അവിടുത്തെ സഭയിലെ ചട്ടം പറഞ്ഞുകൊണ്ടാണ്. അതേസമയം കഴിഞ്ഞ 2 ദിവസമായി അഭ്യൂഹം എന്നുള്ള വാക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ട് മന്ത്രി MP രാജേഷ്. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാക്കായി അഭ്യൂഹം എന്ന വാക്കിൻ്റെ സഹായം നേടുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുകയാണ്. TP കേസിൻ്റെ കാര്യത്തിലും പറഞ്ഞു, ഈ കേസിലും പറഞ്ഞു. TP കേസിൻ്റെ കാര്യത്തിൽ അഭ്യൂഹം എന്ന് പറഞ്ഞത് അഭ്യൂഹത്തിന്മേൽ 3 ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തുകൊണ്ടാണ് പിന്നീട് പ്രതികരിച്ചത്, സർക്കാരിന് പ്രതികരിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഈ വിഷയത്തിലും അഭ്യൂഹം, വ്യാജോക്തി എന്ന വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും അവിടെ നിൽക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഇന്നും അതിൻ്റെ ഭാഗമായി തുടർ പ്രതികരണങ്ങൾ ഈ തരത്തിൽ പാർട്ടി ഒട്ടും പിന്തുണ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ ആളുകളിൽ നിന്നും പാർട്ടിക്ക് പിന്തുണ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ വേണ്ട എന്ന് പറയുന്നവർ വീണ്ടും ഇല്ല ഞങ്ങൾ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടായിരിക്കാം? അത് ചില പ്രവണതകൾ, ഈ മനു തോമസിൻ്റെ വാക്കിൽ പറയാണ്, ഒരു മോശം പ്രവണത പാർട്ടിയിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വേണ്ട എന്ന് വെച്ചാലും അത് ശക്തമായി തന്നെ അതിനകത്തുണ്ട്. അതിൽ P ജയരാജൻ എന്ന നേതാവ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലുണ്ടായ പ്രവണത എന്നാണ് മനു തോമസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രവണത എന്ന് പറയുന്നത് കൊലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ്. അതിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ അവരുടെ സ്വാധീനം, അവരുമായി ബന്ധപ്പെട്ട് പിന്നെ നടക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പാർട്ടി യോഗത്തിൽ മനു തോമസ് ഇരിക്കുമ്പോൾ തന്നെ നടന്നിരിക്കുന്ന ചർച്ചകൾ ഒക്കെ ഉണ്ടായിരിക്കാം. മനു തോമസ് എല്ലാ കാര്യങ്ങളും പുറത്തു പറഞ്ഞിട്ടില്ല. ഇനിയും ചില കാര്യങ്ങളുണ്ട്, അത് പിന്നീട് വന്നുകൊള്ളുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ മനു തോമസ് ഉന്നയിച്ച ആരോപണത്തിലൊന്ന് P ജയരാജൻ്റെ മകനെ ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ കോർഡിനേറ്റർ എന്നാണ് വിളിച്ചത്. അതിലിപ്പോൾ P ജയരാജൻ്റെ മകൻ കേസിന് പോയിരിക്കുകയാണ്. അതിനിന്നിപ്പോൾ മനു തോമസ് പ്രതികരിച്ചത് നിയമപരമായൊരു നടപടിയിലേക്ക് നീങ്ങുകയല്ലേ, നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പോവുകയല്ലേ, അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ്. അതായത് നിയമം ലംഘിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തത്. ഇപ്പോൾ നിയമം അനുശാസിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത് നല്ല കാര്യമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവുകയും ഈ കൊട്ടേഷൻ സംഘത്തിന് ഭീഷണി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പോലീസിന് സ്വമേധയാ തന്നെ ഒരു കേസ് എടുക്കാവുന്നതാണ് ഈ കാര്യത്തിൽ, ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ. അല്ലാതെ പല കാര്യങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ കാര്യത്തിലൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ മനു തോമസ് എന്ന വ്യക്തിയെ പൂർണ്ണമായും പാർട്ടി തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം MP ജയരാജൻ ആ രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരു സംരക്ഷണം നൽകേണ്ടതാണ്. എന്തും സംഭവിക്കാവുന്നൊരു സാഹചര്യം കണ്ണൂരിലുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതിലും വല്ലാത്ത രീതിയിൽ കണ്ണൂരിൽ ഈ പ്രവണത പടർന്നു പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ പാർട്ടി നേതാക്കൾ തള്ളിക്കളഞ്ഞാലും പാർട്ടി അണികൾ എത്രത്തോളം ഇവർക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. കാരണം ഒരുപാട് യുവാക്കൾ ഇതിൻ്റെ പിന്നാലെ പോയിരിക്കുന്നു. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് നടപടിയെടുക്കേണ്ട ചില ഘട്ടങ്ങളിൽ ഈ പ്രവണത ഉപയോഗിച്ചു. അതായത് ഈ കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ ഉപയോഗിച്ചു. പിന്നീട് കൊട്ടേഷൻ സംഘങ്ങൾ അവരുടെ കാര്യങ്ങൾക്ക് പാർട്ടി പേരുപയോഗിച്ചു, പാർട്ടി ലേബൽ ഉപയോഗിച്ചു. ഇപ്പോൾ എന്താണ്? തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയാണ്. P ജയരാജനെ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ പാർട്ടിക്ക് സാധിക്കുമോ? ഇല്ല. P ജയരാജൻ്റെ പ്രവണതയെ തള്ളിക്കളയുന്നതുകൊണ്ട് ഈ പ്രവണത ഇനി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് പിന്നീട് ജില്ലാ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തില്ല. കുറേ കാലം ആ രൂപത്തിൽ മാറി നിന്നതിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹമുണ്ട്. പക്ഷേ ഏതൊക്കെ രൂപത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒരു ഭാഗമാകുന്നില്ലല്ലോ P ജയരാജൻ. അദ്ദേഹം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് കാണണ്ട. ആ പ്രവണത പാർട്ടിക്ക് ഗുണം ചെയ്യുന്നില്ല എന്ന ബോധ്യം പാർട്ടിക്കുണ്ടായിരിക്കുന്നു. പക്ഷേ P ജയരാജനെതിരെ ഒരു വലിയ നടപടിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ വലിയ തീരുമാനത്തിലേക്ക് പോകാനോ ഈ പാർട്ടിക്ക് സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ P ജയരാജനുമായി ബന്ധപ്പെട്ടുണ്ട്. ചില കാര്യങ്ങൾ P ജയരാജൻ പുറത്തേക്ക് പോയി വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അതും പാർട്ടിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ആ രൂപത്തിലേക്കൊന്നും പാർട്ടി പോകില്ല. ഈ നിശബ്ദത കുറച്ച് ദിവസം കൂടി തുടരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.